പുനഃപരിശോധിക്കാൻ പോവുകയാണ്. അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, വെൻസുല, യമൻ തുടങ്ങിയിട്ടുള്ള 19 രാജ്യങ്ങളിലെ ഗ്രീൻ കാർഡ് പൗരന്മാർക്കുള്ള ഗ്രീൻ കാർഡുകൾ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് അമേരിക്കയിൽ പുനഃപരിശോധിക്കാൻ പോവുകയാണ്. അപ്പോൾ അത് അവരെ കയറ്റിവിടണോ വേണ്ടേ എന്നുള്ള ഒരു കാര്യം. ഇത് ഇന്ത്യക്കാരെ ഇപ്പൊ തൽക്കാലം ബാധിക്കുന്നില്ല, കാര്യം ആ 19 രാജ്യത്തിൽ ഇന്ത്യ ഇല്ല. എന്നാലും തീരുവ കൊണ്ട് ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷേ ഈ മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന് പറയുന്നത് തേർഡ് വേൾഡ് കൺട്രി എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി GDP-യിലൊക്കെ ഒരുപാട് മുമ്പോട്ട് പോയി വേറെ തരത്തിലാണ്. പക്ഷേ അമേരിക്കയുടെ ലിസ്റ്റിൽ ഇത് ഏതാണ് ഈ മൂന്നാം ലോക രാജ്യം എന്നുള്ളതിനെ സംബന്ധിച്ചും നിർവചനങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ഈ പണി കിട്ടുക എന്നറിയില്ല. എന്തായാലും മൂന്നാം ലോക രാജ്യങ്ങൾ എന്നേ പറയുന്നുള്ളൂ, തേർഡ് വേൾഡ് കൺട്രീസ് എന്നേ പറയുന്നുള്ളൂ. ആരാണെന്ന് പറയാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഈ തേർഡ് വേൾഡ് കൺട്രികളിൽ നിന്ന് തൻ്റെ രാജ്യത്തേക്കുള്ള കുടിയേറ്റം, അമേരിക്കയിലുള്ള കുടിയേറ്റം നിയന്ത്രിക്കണമെന്ന് US ട്രംപ് ഭീഷണി പറയുന്നു. US-ന്റെ സംവിധാനങ്ങളെ പൂർണ്ണമായി വീണ്ടെടുക്കണമെന്നാണ് വൈറ്റ് ഹൗസിന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പൗരന്മാരല്ലാത്തവർക്കുള്ള ഫെഡറൽ എല്ലാ ആനുകൂല്യങ്ങളും സബ്സിഡികളും നിർത്തും. അമേരിക്കൻ പൗരന്മാരല്ലാത്തവർക്കുള്ള ഫെഡറൽ ആനുകൂല്യങ്ങളും സബ്സിഡികളും എല്ലാം നിർത്തലാക്കാൻ പോവുകയാണ്. ചുരുക്കത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നൊക്കെ കേരളത്തിൽ നിന്നൊക്കെ ധാരാളം ആളുകളാണ് അമേരിക്കയിലൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അതെല്ലാം നിർത്താൻ പോകുന്ന ഒരു രീതിയാണ് കേൾക്കുന്നത്. സുരക്ഷാ ഭീഷണി ചെയ്യുന്നവരെ നാട് കടത്തും. എന്തെങ്കിലും ആക്രമണമോ എന്തെങ്കിലും സുരക്ഷാ ഭീഷണിയോ ഉണ്ടെങ്കിൽ അവരെയൊക്കെ അവിടെ നിന്ന് കയറ്റിവിടും. അതുപോലെ തന്നെ അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ വിവിധ രംഗങ്ങളിലുമൊക്കെ ഈ കുടിയേറ്റത്തെ സംബന്ധിക്കുന്ന വിവരങ്ങളും